ഹലോ ഒരുവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇമ്മ്യൂണിറ്റി ഓഫ് ഗവർണേഴ്സ്, മോഡിഫൈഡ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം, മൊയ്ദാംസ്, UPSC, സത്ലജ് യമുന ലിങ്ക് കനാൽ. ഓക്കെ, നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇമ്മ്യൂണിറ്റി ഓഫ് ഗവർണേഴ്സ് അല്ലെങ്കിൽ ഗവർണേഴ്സിനുള്ള ഭരണഘടനാപരമായിട്ടുള്ള പരിരക്ഷയെക്കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, വെസ്റ്റ് ബംഗാൾ ഗവർണർ ആയിട്ടുള്ള CV ആനന്ദ് ബോസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു സെക്ഷൽ അസോൾട്ടിന്റെ അലിഗേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പൊളിറ്റിക്കൽ കോൺട്രവേഴ്സീസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ സുപ്രീം കോടതി ഇത്തരത്തിൽ ഗവർണർമാർക്ക് ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്ന, എസ്പെഷ്യലി ആർട്ടിക്കിൾ 361 കൊടുക്കുന്ന ബ്ലാങ്കറ്റ് ആയിട്ടുള്ള ക്രിമിനൽ പ്രോസിക്യൂഷൻ എന്നുള്ളൊരു ഇമ്മ്യൂണിറ്റി ഉണ്ട്. ആ ഒരു കാര്യം പരിശോധിക്കാം എന്നുള്ള കാര്യം പറഞ്ഞതായിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 1 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 361 ഈ ഗവർണർമാർക്കുള്ള പരിരക്ഷയെക്കുറിച്ച് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിയെക്കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 361 ഗവർണർമാർക്കുള്ള ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് മാത്രമല്ല, ഗവർണർമാർ അതുപോലെ തന്നെ പണ്ട് ചില ഗവർണർമാരെ രാജപ്രമുഖ്സ് എന്ന് വിളിക്കുമായിരുന്നു, അവര് അതുപോലെ തന്നെ ഇന്ത്യൻ പ്രസിഡന്റ്, ഇവർക്കൊക്കെ ഉള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ചില ഇമ്മ്യൂണിറ്റീസിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 361 പറയുന്നത്. അപ്പോൾ ഇത് ഈ പറയുന്ന ഒന്നാമത്തെ കാര്യം, ഇത് ബേസിക്കലി ഒരു ഇമ്മ്യൂണിറ്റി അല്ല, ഒരു പ്രത്യേകമായിട്ടുള്ള മറ്റൊരു പരിരക്ഷയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പ്രസിഡന്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഗവർണർ ആണെങ്കിലും അവരുടെ ഔദ്യോഗിക പദവി ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഔദ്യോഗിക പദവി ഉപയോഗിച്ച കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോടതിയുടെ മുന്നിലും അവർ ആൻസറബിൾ അല്ല എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവര് അവരുടെ ഔദ്യോഗിക പദവി ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ പേരിലും ഒരു കോടതിയോടും അവർ ആൻസറബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. അതായത് കോടതിക്ക് ഇവരെ വിസ്തരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കോടതിക്ക് ഇവരോട് മറുപടി ചോദിക്കാൻ പറ്റില്ല എന്നർത്ഥം. ഇനി രണ്ടാമതായിട്ട് പറയുന്നതാണ് ഇപ്പോൾ ഈ CV ആനന്ദ് ബോസിന്റെ ഒക്കെ കേസിലുള്ള കാര്യം. അതായത് രണ്ടാമത് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഗവർണർമാർ ആ സ്ഥാനത്തിരിക്കുന്ന സമയത്ത്, അത് ഗവർണർ മാത്രമല്ല പ്രസിഡന്റ് ആണെങ്കിലും ആ സ്ഥാനത്തിരിക്കുന്ന സമയത്ത് അവർക്കെതിരായിട്ട് യാതൊരു തരത്തിലുള്ള ക്രിമിനൽ നടപടിക്രമങ്ങളും സ്വീകരിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഈ ഗവർണർ ആയിട്ടിരിക്കുന്ന അയാൾക്കെതിരായിട്ട് ഒരു ക്രിമിനൽ കേസിന്റെ ആരോപണം വന്നു കഴിഞ്ഞാൽ അയാൾക്കെതിരായിട്ട് FIR ഇടാനോ അല്ലെങ്കിൽ അയാളെ പ്രതി ചേർത്തുകൊണ്ട് അന്വേഷണം നടത്താനോ പറ്റില്ല. അതായത് അവർക്കെതിരായിട്ട് ക്രിമിനൽ പ്രൊസീഡിങ്സ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി അത് മാത്രമല്ല, നേരത്തെ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളാണ് ഗവർണർ എങ്കിൽ അയാൾ ആ ഗവർണർ സ്ഥാനത്തിരിക്കുന്ന സമയത്ത് പുള്ളിക്കെതിരായിട്ടുള്ള ക്രിമിനൽ പ്രൊസീഡിങ്സ് കണ്ടിന്യൂ ചെയ്യാനും പറ്റില്ല. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ക്രിമിനൽ പ്രൊസീഡിങ്സിൽ നിന്ന് ആ സ്ഥാനത്തിരിക്കുന്നിടത്തോളം കാലം ഇവർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബ്ലാങ്കറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ഇത് കൂടാതെ ഈ സിവിൽ കേസുകളിലും ഇവർക്ക് ചില ഇമ്മ്യൂണിറ്റീസ് ഉണ്ട്. ആ സിവിൽ കേസുകളുടെ കേസിൽ അതൊരു പാർഷ്യൽ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റിയാണ്. സിവിൽ പ്രൊസീഡിങ്സിന്റെ കേസിൽ ഒരു 2 മാസം മുമ്പ് ഒരു 2 months പ്രയർ നോട്ടീസ് കൊടുത്തിട്ട് മാത്രമേ പ്രസിഡന്റിനോ ഗവർണർമാർക്കോ എതിരായിട്ട് സിവിൽ പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യാവൂ എന്നും പറയുന്നുണ്ട്. ഇതാണ് ഗവർണർമാർക്ക് അല്ലെങ്കിൽ പ്രസിഡന്റിനൊക്കെ ആർട്ടിക്കിൾ 361 അനുസരിച്ച് കിട്ടുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മോഡിഫൈഡ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീമിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ MISS കുറിച്ചാണ്. ഈ മോഡിഫൈഡ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം എന്ന് പറയുന്നത് നേരത്തെ 2006-2007 കാലഘട്ടത്തിൽ മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഒരു ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം ഉണ്ടായിരുന്നു. അതിന്റെ പുതിയൊരു പേര് മാത്രമാണെന്ന് മനസ്സിലാക്കുക. ഈ സ്കീമിനകത്ത് മാറ്റമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ മോഡിഫൈഡ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം, ആ സ്കീം തുടക്കം തൊട്ടേ ഇതിന്റെ ഒരു അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 3 ലക്ഷം വരെ ആയിരുന്നു. അത് 5 ലക്ഷമായിട്ട് ഉയർത്തുന്നതിനെ കുറിച്ച് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പരിഗണിക്കുന്നതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 6 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മാർജിനൽ ആൻഡ് സ്മോൾ ഫാർമേഴ്സിന് കിട്ടുന്ന ഒരു ഷോർട്ട് ടേം ലോൺ ഫെസിലിറ്റി ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഒരു ചെറിയ കാലഘട്ടത്തേക്ക്, ഒരു വർഷം ഒക്കെ പോലുള്ള വളരെ ചെറിയ കാലഘട്ടത്തേക്ക് ഫാർമേഴ്സിന് കിട്ടുന്ന, മാർജിനൽ ആൻഡ് സ്മോൾ ഫാർമേഴ്സിന് കിട്ടുന്ന ഒരു ഷോർട്ട് ടേം ക്രെഡിറ്റ് ഫെസിലിറ്റിയാണ്. പക്ഷെ ആ ക്രെഡിറ്റ് ഫെസിലിറ്റി ഒരു സബ്സിഡൈസ്ഡ് ഇൻട്രസ്റ്റ് റേറ്റിലാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് അതിന് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്കീമിന്റെ പുതിയ പേരാണ് മോഡിഫൈഡ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം എന്ന് പറയുന്നത്. ഇത് 2006-2007 സാമ്പത്തിക വർഷത്തിലെ ഖാരിഫ് പീരീഡിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ നിലവിൽ ഈ സ്കീമിനകത്ത് പറയുന്ന പ്രൊവിഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ കർഷകർക്ക് അവരുടെ കൃഷി ആവശ്യത്തിനോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള അലൈഡ് ആക്ടിവിറ്റീസ് ഉണ്ട്.
ഇപ്പോൾ അനിമൽ ഹസ്ബൻഡറി, പോൾട്രി ഫാമിങ്, ഫിഷറീസ് പോലുള്ള കാര്യങ്ങൾ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് 3 ലക്ഷം രൂപ വരെ ഷോർട്ട് ടേം ക്രെഡിറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഷോർട്ട് ടേം ലോൺ എടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഷോർട്ട് ടേം ലോണിന്റെ ബെഞ്ച് മാർക്ക് റേറ്റ് എന്ന് പറയുന്നത് 9% ആയിരിക്കും. അതായത് 9% പലിശ നിരക്കിൽ ഇവർക്ക് 3 ലക്ഷം രൂപ വരെ ഈ സ്കീമിന്റെ പരിധിപ്പെടുത്തിക്കൊണ്ട് ലോൺ എടുക്കാൻ പറ്റും. പക്ഷേ ഈ 9% പലിശ നിരക്ക് ഉണ്ടെങ്കിലും ഇത് ഞാൻ പറഞ്ഞ ഒരു ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീമാണ്. അതായത് ഈ 9%-ലെ 2% ഇൻട്രസ്റ്റ് ഗവൺമെന്റ് സബ്സിഡി ആയിട്ട് ഇവർക്ക് കിട്ടും. അതായത് ഇൻ എഫക്റ്റ് കർഷകർ എന്ത് ചെയ്താൽ മതി, 7% ഇൻട്രസ്റ്റ് പേ ചെയ്താൽ മതി. ഇനി ഇവർ ഈ ലോണിന്റെ റീപേയ്മെന്റ് കൃത്യമായിട്ട് നടത്തിക്കഴിഞ്ഞാൽ, അതായത് കൃത്യമായിട്ടുള്ള കാലഘട്ടത്തിൽ തവണകളൊന്നും മുടങ്ങാതെ ഈ ലോൺ അടച്ചു തീർത്താൽ അതിനെയാണ് പ്രോംപ്റ്റ് ആൻഡ് ടൈംലി റീപേയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോംപ്റ്റ് റീപേയ്മെന്റ് ഇൻസെന്റീവിന്റെ ഭാഗമായിട്ട് ഒരു അഡീഷണൽ 3% കൺസെഷൻ കൂടി ഇവർക്ക് കിട്ടും. അതായത് ഈ അഡീഷണൽ 3% കൺസെഷനും കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ കർഷകർ വെറും 4% മാത്രം ഈ ലോണിന് പലിശ അടച്ചാൽ മതി. സോ ബാക്കിയുള്ള 5% ഇവർക്ക് എന്ത് കിട്ടും, സബ്സിഡി ആയിട്ട് കിട്ടും. സോ അപ്പോൾ അതാണ് ഈ മോഡിഫൈഡ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം എന്ന് പറയുന്നത്. പക്ഷേ ഈ സ്കീം ഞാൻ നേരത്തെ പറഞ്ഞു 2006-2007 കാലഘട്ടത്തിലാണ് ആരംഭിക്കുന്നത്. അന്ന് ആരംഭിക്കുന്ന സമയം തൊട്ടേ ഇതിന്റെ അപ്പർ ലിമിറ്റ് 3 ലക്ഷം രൂപയാണ്. പിന്നീട് ഇത് മാറ്റിയിട്ടില്ല. അപ്പൊ ഇത് ഇപ്പോൾ 5 ലക്ഷമായിട്ട് ഉയർത്തുന്നതിനെ കുറിച്ചാണ് കേന്ദ്ര ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ടെന്നുള്ള വാർത്ത വന്നേക്കുന്നത്. ഇനി ഇതിനകത്ത് ഈ സ്കീമിന്റെ ഭാഗമായിട്ട് ഈ സബ്സിഡി, ലോണിന്റെ സബ്സിഡി എന്ന് പറയുന്നത് 100% സെൻട്രൽ ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. ഇപ്പൊ റീസെന്റ് അതേപോലെ തന്നെ നമ്മുടെ അഗ്രികൾച്ചറൽ മിനിസ്ട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലോൺ എന്ന് പറയുന്നത് പോസ്റ്റ് ഹാർവസ്റ്റ് പീരീഡിനും അവൈലബിൾ ആയിരിക്കും. അതായത് ഹാർവസ്റ്റ് കഴിഞ്ഞ് 6 മാസം വരെയുള്ള കാലഘട്ടത്തിൽ പോസ്റ്റ് ഹാർവസ്റ്റ് പീരീഡിനും അവൈലബിൾ ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സിനാണ് ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ സ്കീമിന്റെ ഭാഗമായിട്ട് ലോൺ എടുക്കാൻ പറ്റിയ ലിമിറ്റ് 3 ലക്ഷമാണ്. പക്ഷെ അത് 5 ലക്ഷം ആക്കുന്ന കാര്യം ഇപ്പോൾ പരിഗണനയിലാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് മൊയ്താംസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ മൊയ്താംസ് എന്ന് പറയുന്നത് അസാമിലുള്ള ഒരു ബറിയൽ പ്രാക്ടീസ് ആണ്, അല്ലെങ്കിൽ ബറിയൽ സൈറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അവിടുത്തെ അഹോം രാജാക്കന്മാർ ഫോളോ ചെയ്തിരുന്ന ഒരു ബറിയൽ പ്രാക്ടീസ് ആണ്. അപ്പോൾ ഇത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് ഉൾപ്പെടുത്തുന്ന കാര്യം പരിഗണനയിലാണ് എന്നുള്ളൊരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 10 വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മൊയ്താംസ് എന്ന് പറയുന്നത് അസാം പണ്ട് ഭരിച്ചിരുന്ന, അസാമിൽ 13-ാം നൂറ്റാണ്ട് തൊട്ട് 19-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം ഭരിച്ചിരുന്ന അവിടുത്തെ രാജവംശത്തിന്റെ പേരാണ് അഹോംസ് എന്ന് പറയുന്നത്. ഈ അഹോം രാജാക്കന്മാരും അതുപോലെ തന്നെ അവരുടെ രാജ്ഞിമാരും മറ്റുള്ള പ്രഭുക്കന്മാരും ഒക്കെ യൂസ് ചെയ്തിരുന്ന ഒരു ബറിയൽ മൗണ്ടുകളാണ്. മൗണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്നുകളാണ് ഈ പറയുന്ന മൊയ്താംസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മൊയ്താം എന്നുള്ള വാക്ക് ആക്ച്വലി ഈ അഹോംസ് ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ലാംഗ്വേജ് ആണ് തായ് ലാംഗ്വേജ്, അല്ലെങ്കിൽ തായ് അഹോം ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇപ്പൊ തായ്ലൻഡിലൊക്കെ ഉള്ള ലാംഗ്വേജിന്റെ ഒരു പാരൻ ലാംഗ്വേജ് ആണിത്. അപ്പോൾ ഈ ലാംഗ്വേജിനകത്ത് പറയുന്ന മൊയ്താം എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അതിനകത്ത് മായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ട് ഇൻ ടു ഗ്രേവ് എന്നാണ്, ഒരാളെ ശവക്കല്ലറ അടക്കുക എന്നാണ് പറയുക, അല്ലെങ്കിൽ ബറി ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. ദാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിറ്റ് ഓഫ് ദി ഡെഡ് എന്നാണ് അതിൻ്റെ അർത്ഥം, മരിച്ച ആളുടെ ആത്മാവ്. ഓക്കെ, അപ്പോൾ ഈ മരിച്ച ആളുടെ ആത്മാവിനെ ശവം അടക്കുക അല്ലെങ്കിൽ അയാളെ ബറി ചെയ്യുക എന്നുള്ളതാണ് മൊയ്താം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മൊയ്താംസ് എന്ന് പറയുന്ന ഈ ഒരു ബറിയൽ മൗണ്ടുകൾ നമുക്ക് അസാമിൻ്റെ അപ്പർ റീജൻസിൽ, ഈ അപ്പർ അസാമിലുള്ള റീജൻസിൽ ഉടനീളം കാണാമെങ്കിലും ഈ അഹോം രാജവംശത്തിൽ പെടുന്ന രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും പ്രിൻസുമാരുടെയൊക്കെ വലിയ അല്ലെങ്കിൽ അഹോം റോയൽസിന്റെ ഈ മൊയ്താംസ് നമുക്ക് അസാമിലെ ഒരു ചരൈദിയോ എന്ന് പറയുന്ന പ്രദേശമുണ്ട്, അവിടെ മാത്രമേ കാണാൻ പറ്റൂ. ഇതായിരുന്നു അഹോം രാജാക്കന്മാരുടെ ആദ്യത്തെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചരൈദിയോനെ വിളിക്കാറ് തന്നെ ഈ അഹോം രാജാക്കന്മാരുടെ ഒരു ശവക്കോട്ടയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഗ്രേവ് യാർഡാണ് ഈ പറയുന്ന ചരൈദിയോ എന്നാണ് പറയാറുള്ളത്. കാരണം ആദ്യത്തെ അഹോം രാജാവിന്റെ ബറിയിൽ നടത്തിയിട്ടുള്ളത് അവിടെ ആയതുകൊണ്ട് തന്നെ പിന്നീട് വന്നിട്ടുള്ള രാജാക്കന്മാരല്ല, അവരുടെ ക്യാപിറ്റലൊക്കെ പിന്നീട് മാറ്റിയിട്ടുണ്ടെങ്കിലും ഇവരുടെ ബറിയൽ സൈറ്റായിട്ട് അവർ തിരഞ്ഞെടുക്കാറുള്ളത് ഈ ചരൈദിയോ എന്ന് പറയുന്ന പ്രദേശമാണ്. ഇനി മൊയ്താമിന്റെ ഒരു ആർക്കിടെക്ചറലായിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ എക്സ്റ്റീരിയർ എന്ന് പറയുന്നത് ഒരു ഹെമസ്ഫിരിക്കൽ ആയിട്ടുള്ള എക്സ്റ്റീരിയർ ആണ്, ഒരു മൗണ്ട് പോലത്തെ എക്സ്റ്റീരിയർ ആണ് എന്ന് മനസ്സിലാക്കി. ഇതിന്റെ സൈസ് വേരി ചെയ്യും, വളരെ ചെറിയ സൈസ് തൊട്ട് 20 മീറ്റർ വരെ ഉയരമുള്ള ഈ
മൊയ്താംസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ വലിപ്പം എന്ന് പറയുന്നത് ഈ അവിടെ ബറി ചെയ്തിട്ടുള്ള ആളുടെ സ്റ്റാറ്റസിനനുസരിച്ച് മാറും. അതായത് സ്റ്റാറ്റസ് കൂടുന്തോറും ഈ പറയുന്ന മൗണ്ടിന്റെ വലിപ്പവും കൂടും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി മൊയ്താംസിന് പ്രധാനമായിട്ടും 3 ഫീച്ചേഴ്സ് ആണുള്ളത്. ഒന്ന്, ഇതിനകത്ത് കുറച്ച് ചേംബറുകൾ ഉണ്ടാവും. ഓക്കെ, അതിനകത്ത് 1 ചേംബറും 2 ചേംബറും ഒക്കെ ഉള്ളതുണ്ട്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചേംബേഴ്സുകൾ ഉണ്ടാവും. അപ്പം അങ്ങനെ ചേംബറുകൾ ഉണ്ടാവും. പിന്നെ ഒരു ഹെമസ്ഫെറിക്കൽ ആയിട്ടുള്ള എർത്തൻ മൗണ്ട് ഉണ്ടാവും. ഓക്കെ, ഈ ചേംബറുകളെ കവർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഒരു മൗണ്ട് ഉണ്ടാവും. ഇനി ഈ മൗണ്ടിനകത്ത് ബേസിക്കലി ഈ ചേംബർ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ബ്രിക്ക് സ്ട്രക്ചർ ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ മുകളിൽ ഒരു ചെറിയൊരു സ്ട്രക്ചറും ഉണ്ടാവും. ഓക്കെ, ഇനി ഇത് കൂടാതെ ഒരു ഒക്ടാഗണൽ ഷേപ്പിലുള്ള ഒരു ബൗണ്ടറി വാള് ഇതിനെ കവർ ചെയ്തുകൊണ്ട് ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത്തരത്തിലൊരു 3 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ് ഈ മൊയ്താംസിനുള്ളത്. ഓക്കെ, ഇനി ഈ പറയുന്ന സ്മോളർ ആയിട്ടുള്ള വലിപ്പം കുറഞ്ഞ മൊയ്താംസ് ആണെങ്കിൽ ഈ പറയുന്ന എല്ലാ ഫീച്ചേഴ്സും അതിനുണ്ടായിക്കൊള്ളണം നിർബന്ധമല്ല. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് UPSC അല്ലെങ്കിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചാണ്. അപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, ഇപ്പോൾ നിലവിലെ UPSC ചെയർമാനായിട്ടുള്ള മനോജ് സോണി രാജിവെച്ചതായിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 12 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ബേസിക്കലി UPSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ പൊളിറ്റി പഠിക്കുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനകത്ത് കവർ ചെയ്യുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമേ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ UPSC എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ യൂണിയൻ്റെ സെൻട്രൽ റിക്രൂട്ടിംഗ് ഏജൻസിയാണ്. ബേസിക്കലി നമ്മുടെ ഇന്ത്യയിലെ ഗ്രൂപ്പ് A സർവീസുകൾ, ഓൾ ഇന്ത്യ സർവീസുകൾ പോലുള്ള സർവീസുകളിലേക്കൊക്കെ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത് UPSC ആണ്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 14 ആർട്ടിക്കിൾ 315 തൊട്ട് 323 വരെയുള്ള ആർട്ടിക്കിൾസിലാണ് പബ്ലിക് സർവീസ് കമ്മീഷൻസിനെ കുറിച്ച് UPSC ആണെങ്കിലും സ്റ്റേറ്റ് PSC ആണെങ്കിലും ഒക്കെ പറയുന്നത്. അപ്പോൾ UPSCക്ക് ഒരു ചെയർമാനും ഇന്ത്യൻ പ്രസിഡന്റ് തീരുമാനിക്കുന്ന നമ്പർ ഓഫ് മെമ്പേഴ്സുമാണ് ഉണ്ടാവുക. ഇവരെല്ലാവരെയും അപ്പോയിന്റ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഓക്കെ, ഇനി അവരുടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ഇതിനകത്ത് അറ്റ്ലീസ്റ്റ് 50% ആളുകളെങ്കിലും 10 വർഷമോ അതിൽ കൂടുതലോ സെൻട്രൽ ഗവൺമെന്റിന്റെയോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ സർവീസിൽ ഇരുന്നിട്ടുള്ള ആളുകളായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി UPSC മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ടെന്യൂർ ആയിട്ട് പറയുന്നത് 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് വരെയോ ആണ്. ഇതിനകത്ത് ഏതാണോ ആദ്യം അതായിരിക്കും അവരുടെ ടെന്യൂറിന്റെ എൻഡ് എന്ന് പറയുന്നത്. ഇനി വൺസ് ഇവർ ഈ സ്ഥാനത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് അതേ പൊസിഷനിൽ റീ അപ്പോയിൻമെന്റിന് എലിജിബിൾ അല്ല. പക്ഷേ ഇപ്പോൾ ഒരു മെമ്പർ ആയിട്ടിരുന്നിട്ടുള്ള ആൾക്ക് 65 വയസ്സ് പൂർത്തിയായിട്ടില്ല, 6 വർഷമൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ ചെയർമാനായിട്ട് വേണമെങ്കിൽ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ആ സെയിം പോസ്റ്റിൽ റീ അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. ചെയർമാനായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള ആളെ പിന്നെ മറ്റൊരു പോസ്റ്റിലും അപ്പോയിന്റ് ചെയ്യാനും പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇനി ഇവർ റിസൈൻ ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡന്റിന് രാജിക്കത്ത് കൊടുത്തുകൊണ്ടാണ്. ഇത് കൂടാതെ ഇവർക്കെതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ വന്ന് അന്വേഷണം നടക്കുന്ന സമയത്ത് പ്രസിഡന്റിനെ വേണമെങ്കിൽ ഇവരെ സസ്പെൻഡ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഇവരെ റിമൂവ് ചെയ്യേണ്ട രീതി അല്ലെങ്കിൽ റിമൂവ് ചെയ്യേണ്ട കാരണങ്ങളും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിനാണ് ഇവരെ റിമൂവ് ചെയ്യാനുള്ള അധികാരമുള്ളത്. അപ്പോൾ റിമൂവ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഇൻസോൾവെന്റ് ആയിട്ട് മാറുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പെയ്ഡ് എംപ്ലോയ്മെന്റിനകത്ത് എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഇൻഫേർമിറ്റി ഓഫ് മൈൻഡോ ബോഡിയോ കാരണം, ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള അവശതകൾ കാരണം ആ സ്ഥാനത്ത് തുടരാൻ എലിജിബിൾ അല്ല എന്ന് പ്രസിഡന്റിന് തോന്നലാണ്. ഓക്കെ, ഇനി ഇത് കൂടാതെ മിസ്ബിഹേവിയറിന്റെ പേരിലും ഈ UPSC ചെയർമാനെയും മെമ്പേഴ്സിനെയും പുറത്താക്കാം. പക്ഷെ അത് സുപ്രീം കോടതി നടക്കുന്നത് ഒരു എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. ആ എൻക്വയറിക്കകത്ത് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ, എൻക്വയറിയുടെ റിപ്പോർട്ട് ബേസിക്കലി പ്രസിഡന്റിൽ ബൈൻഡിങ് ആണ്, കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ റിമൂവ് ചെയ്യേണ്ടി വരും എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് സത്ലജ് യമുന ലിങ്ക് കനാലിനെ കുറിച്ചാണ്. സോ ഈ സത്ലജ് യമുന ലിങ്ക് കനാലുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 4 വാർത്തയുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ സത്ലജ് യമുന ലിങ്ക് കനാൽ എന്ന് പറയുന്നത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പഞ്ചാബിലൂടെ കടന്നു പോകുന്ന സത്ലജ് റിവറിനെയും ഹരിയാനയിലൂടെ കടന്നു പോകുന്ന യമുന റിവറിനെയും കണക്ട് ചെയ്യുന്ന ഒരു പ്രപ്പോസ്ഡ് കനാലാണ്. 214 കിലോമീറ്റർ ദൂരമുള്ള ഒരു പ്രപ്പോസ്ഡ് കനാലാണ് ഈ സത്ലജ് യമുന ലിങ്ക് കനാൽ. ഇത് 1960കളിൽ പ്രപ്പോസ് ചെയ്തതാണ്. ഇപ്പോഴും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലാത്ത ഒരു കനാലാണിത്. ഈ കനാലിന്റെ പർപ്പസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം 1960 ഈ ഇൻഡസ് റിവറിന്റെ വെള്ളം ഷെയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ഇൻഡസ് വാട്ടർ ട്രീറ്റി സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് സത്ലജ് റിവർ എന്ന് പറയുന്നത് ഇന്ത്യക്ക്, ഈ കരാർ അനുസരിച്ച് ഇന്ത്യക്ക് എൻമാർക്ക് ചെയ്തിട്ടുള്ള ഒരു റിവറാണ്. അപ്പോൾ 66 പിന്നീട് പഞ്ചാബ് എന്ന് പറയുന്ന സംസ്ഥാനം ബൈഫക്കേറ്റ് ചെയ്തിട്ടാണ് ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനം ഫോം ചെയ്യുന്നത്. അപ്പോൾ അതോടുകൂടി ഈ പഞ്ചാബിൽ നിന്ന് ഈ പറയുന്ന സത്ലജ് റിവറിൽ നിന്നുള്ള വെള്ളത്തിനുള്ള അവകാശം ഞങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഹരിയാന അവകാശവാദം ഉന്നയിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഈ സത്ലജ് റിവറിൽ നിന്ന് ഹരിയാനയിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കനാലായിട്ടാണ് ഈ സത്ലജ് യമുന ലിങ്ക് കനാൽ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ആദ്യ കാലഘട്ടം തൊട്ടേ പഞ്ചാബിലുള്ള ആളുകൾ വലിയ രീതിയിൽ ഒപ്പോസ് ചെയ്യുന്ന ഒരു കനാലായിരുന്നത്. പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ സമയത്ത് കുറേ ചർച്ചകൾക്കൊക്കെ ശേഷം ഈ ഹരിയാനക്കും അതുപോലെ തന്നെ രാജസ്ഥാനും കൂടി വെള്ളം സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ കനാല് കൺസ്ട്രക്ട് ചെയ്യാനുള്ള തീരുമാനമാവുന്നുണ്ട്. അത് പല കാലഘട്ടങ്ങളിലായിട്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് ഇത് പഞ്ചാബിൽ മിലിറ്റൻസി ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഈ പറയുന്ന കനാൽ കൺസ്ട്രക്ഷൻ നടത്തുന്ന ആളുകൾക്കെതിരായിട്ടൊക്കെ വലിയ ആക്രമണങ്ങളൊക്കെ നേരിടാൻ തുടങ്ങിയപ്പോഴാണ് ഇത് ഏകദേശം നിർത്തിവെക്കുന്നതും. ഈ തർക്കം പിന്നെയും കണ്ടിന്യൂ ചെയ്ത സമയത്ത് 1986 രാജീവ് ഗാന്ധി ഗവൺമെന്റ് ഒരു ജഡ്ജായിരുന്ന ബാലകൃഷ്ണ ഏറാഡിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അതാണ് ബാലകൃഷ്ണ ഏറാഡി ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ വാട്ടർ ഷെയറിങ്ങിന് പുതിയൊരു ഫോർമുല കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കനാൽ കൺസ്ട്രക്ഷൻ കുറച്ചും കൂടി മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഈ പഞ്ചാബിന്റെ ഭാഗത്തു നിന്നുള്ള ഒപ്പോസിഷൻ കാരണം പഞ്ചാബിന്റെ വലിയൊരു മേഖലയും ഈ കനാൽ കൺസ്ട്രക്ഷൻ കുറേയൊക്കെ കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിലും പിന്നീട് അവരത് നിർത്തിവെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു സമയത്ത് പിന്നീട് സുപ്രീം കോടതി പഞ്ചാബിനോട് ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിൽ ഈ കനാൽ നിർമ്മിക്കാനുണ്ടായിരുന്ന എഗ്രിമെന്റ് ഫുൾഫിൽ ചെയ്യണം എന്നുള്ള ഒരു ഡയറക്ഷൻ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. പക്ഷെ അതേ സാഹചര്യത്തിലാണ് 2004 ഇതെല്ലാം തന്നെ നിർത്തിവെച്ചുകൊണ്ട് പഞ്ചാബ് നിയമസഭ പഞ്ചാബ് ടെർമിനേഷൻ ഓഫ് എഗ്രിമെന്റ് ആക്ട് എന്ന് പറയുന്നൊരു നിയമം പാസ്സാക്കുന്നത്. ഈ ഹരിയാനയായിട്ട് ഈ കനാൽ നിർമ്മിക്കുന്നതിനും വെള്ളം ഷെയർ ചെയ്യുന്നതിനൊക്കെ വേണ്ടി സൈൻ ചെയ്തിട്ടുള്ള എഗ്രിമെന്റിനൊക്കെ നള്ളിഫൈ ചെയ്തുകൊണ്ട് അവർ പാസ്സാക്കിയ ഒരു നിയമമാണ് ഈ ഒരു 2004 നിയമം. അതോടുകൂടി പഞ്ചാബിൽ ഒഫീഷ്യലി ഇത് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് 2004 അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആർട്ടിക്കിൾ 143 അനുസരിച്ച് സുപ്രീം കോടതിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം 143 എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ആണ്. 2016 സുപ്രീം കോടതി കേസ് കേൾക്കാൻ തുടങ്ങുന്നത്. ഓക്കെ, സോ 2016 സുപ്രീം കോടതി കേസ് കേൾക്കാൻ തുടങ്ങുന്നു. സോ സുപ്രീം കോടതി ഈ പഞ്ചാബിന്റെ ഈ ഒരു നിയമം ഈ പറയുന്ന തെറ്റാണ്, അല്ലെങ്കിൽ അത് അവരുടെ നേരത്തെ മേക്ക് ചെയ്ത പ്രോമിസസിൽ നിന്ന് ബാക്ക് ട്രാക്ക് ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നീട് വീണ്ടും സുപ്രീം കോടതി ഇതിനകത്ത് ഇടപെടാൻ തുടങ്ങിയതിന് ശേഷമാണ്, എസ്പെഷ്യലി ഹരിയാന ഗവൺമെന്റ് കേസൊക്കെ ആയിട്ട് മുന്നോട്ട് പോയപ്പോഴാണ് സെൻട്രൽ ഗവൺമെന്റ് ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഈ ലാൻഡ് സർവേയും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വീണ്ടും ഈ വിവാദങ്ങൾ ഉയർന്നു വരുന്നതെന്ന് മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.